ഹെയർ ഫോൾ ആണോ നിങ്ങളുടെ പ്രശ്നം? ഹെയർ ഫോളിനുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ. ഹായ്, വെൽക്കം ടു ലിയ. മഴക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബ്യൂട്ടി പ്രോബ്ലംസിലൊന്നാണ് ഹെയർ ഫോൾ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസും അതിൻ്റെ കാരണങ്ങളും ഒക്കെ നമുക്കൊന്ന് പരിശോധിച്ച് വരാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഹെയറിൻ്റെ ഒരു അനാട്ടമി അറിഞ്ഞിരിക്കണം. ഒരു മുടിയുടെ ആയുസ് എന്ന് പറയുന്നത് ഒരു 6 വർഷം തൊട്ട് 12 വർഷം വരെയാണ്. അതും നല്ല യങ്സ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ടീനേജ് കാലഘട്ടം തൊട്ട് ഒരു 30-35 വയസ്സ് വരെ ഉള്ളിൽ നമുക്കൊരു 6 ഇയേഴ്സ് തൊട്ട് ഒരു 12 വർഷം വരെ നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ നിലനിൽപ്പ്, അതായത് ലൈഫ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മുടിയുടെ ആയുസ് ക്രമേണ കുറഞ്ഞു വരികയും അത് 4-5 വർഷമായിട്ട് ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒരാളുടെ തലയിൽ നിന്ന് മിനിമം ഒരു 60 മുടി വരെ ഒരു ദിവസം നോർമലി കൊഴിഞ്ഞു പോകാവുന്നതുമാണ്. അതിൽ കൂടുതൽ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഹെയർ ഫോൾ എന്ന് പറയുന്നത്. അങ്ങനെ കാണുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നത്. അതായത് നമ്മൾ എവിടെ തിരിഞ്ഞാലും മുടി, ബെഡിൽ മുടി, അല്ലെങ്കിൽ പില്ലോയിൽ മുടി, നമ്മൾ മുറിയിൽ ആസകലം മുടി, അങ്ങനെയൊക്കെ പറയുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. ആദ്യമായി നമ്മൾ ഹെയർ ലോസ് ഇങ്ങനെ കണ്ടുവരുമ്പോൾ തന്നെ ചില മെഡിക്കൽ ചെക്കപ്പുകളാണ് ആവശ്യമായിട്ട് വരുന്നത്. മെയിനായിട്ട് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അറിയേണ്ടതുണ്ട്. അതുപോലെ വൈറ്റമിൻ ഡി പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് അറിയണം. അതുപോലെ നമ്മളുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് നമുക്ക് വേണ്ടത് നോർമൽ റേഞ്ചിലുണ്ടോ എന്നറിയണം. അപ്പോൾ ഇമാതിരിയുള്ള 2-3 ബ്ലഡ് ടെസ്റ്റുകളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഹെയർ ഫോൾ ഉണ്ടാകുമ്പോൾ. രണ്ടാമത്തെ കണ്ടീഷൻ, നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ക്ലിയർ ഇരിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് ഡാൻഡ്രഫോ അല്ലെങ്കിൽ സെബോളിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിമുക്തി നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി നമുക്ക് അങ്ങനെയുള്ള പ്രോബ്ലം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത് നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളത് ഉറപ്പാക്കുക. അതുപോലെ തന്നെ ഭയങ്കര ഹാർഡായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാതെ കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസും കാര്യങ്ങളും ഒക്കെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മറ്റ് ബ്യൂട്ടി പ്രോഡക്ട്സുകളൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്ക്, അതായത് നമ്മൾ പലതരം പ്രോഡക്റ്റുകൾ ഇപ്പം മുടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും, പലതരം സ്പ്രേകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ മുടിയിൽ നിന്ന് വാഷ് ഔട്ട് ആക്കി കളയുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇതൊക്കെ മുടിയിലിരിക്കുന്നത് ഡാൻഡ്രഫ് ഉണ്ടാകാനായിട്ടും അല്ല ഹെയർ ലോസിനും ഒക്കെ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ അടിക്കടിയുള്ള അയണിങ്, മുടി നമ്മൾ എപ്പോഴും ചില സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി രാവിലെ മുടി ഉണക്കി എപ്പോഴും അയൺ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അങ്ങനെ നിരന്തരമായി കഴിയുമ്പോഴത്തേക്ക് അത് മുടിയുടെ ഇലാസ്റ്റിസിറ്റിയെ ബാധിക്കുകയും മുടി പൊട്ടിപ്പോകാനും കൊഴിഞ്ഞു പോകാനുമായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അമിതമായിട്ട് നമ്മുടെ തലയൊട്ടിയിൽ ഓയിൽ കണ്ടൻറ്റ് നിൽക്കുന്നതും മുടി കൊഴിയാനായിട്ടും മുടിയുടെ ഒരു എന്താ പറയുക, താരൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടും ഒക്കെ കാരണമാണ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ നമുക്കത് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻസിനെ കുറിച്ച് സംസാരിക്കാം. അതായത് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ടാബ്ലറ്റ് എടുത്തിട്ട് നമ്മൾ ആ പ്രോബ്ലം പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവും. അതുപോലെ തന്നെ മറ്റൊരു ടാബ്ലറ്റാണ് മീൻ ടാബ്ലറ്റ്. നമുക്ക് പണ്ടുകാലങ്ങളിൽ തൊട്ടൊക്കെ ആൾക്കാർ ഉപയോഗിച്ച് വരുന്നതാണ്. അതും ഒരു പരിധി വരെ നമുക്ക് മുടി കൊഴിച്ചിലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലതാണ്. അതൊരു ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, മുടി ഡെയിലി വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കുറച്ചിട്ട് ഒരു ആഴ്ചയിൽ 2-3 തവണയാക്കി കുറയ്ക്കുക. അത് പ്രത്യേകിച്ച് മഴക്കാലത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ആഴ്ചയിൽ 2-3 തവണയാക്കി കുറച്ചിട്ട് എന്തെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് നല്ല സ്കാൽപ്പ് എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഓയിൽ മസാജ് ചെയ്ത് നമ്മൾ മുടി നല്ല താളിയൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിലും നമുക്ക് മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് നമുക്ക് പാർലറുകളിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. നല്ല തരം പ്രോട്ടീൻ മാസ്കുകളും പലതരത്തിലുള്ള സ്പാകളും പാർലറിൽ അവൈലബിൾ ആണ്. ഒരു കെമിക്കലും ഇല്ലാത്തതാണ് ഈ സ്പാ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നത് വഴി നമ്മൾ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ടും ഹെയർ പ്രോബ്ലംസ് നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ റോസ്മേരി വാട്ടർ. ഒരുപാട് ആൾക്കാർ എന്നോട് സംശയം ചോദിക്കുന്നതാണ്, റോസ്മേരി വാട്ടർ മുടിക്ക് നല്ലതാണോ? പലർക്കും മുടി കൊഴിച്ചിൽ മാറിയതായിട്ടും അല്ലെങ്കിൽ പുതിയ മുടി കിളിർത്തതായിട്ടും ഒക്കെ നമുക്ക് അനുഭവത്തിലുമുണ്ട്, ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങളും അത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പിൽ നമ്മൾ റോസ്മേരി വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് മുടികൾ പുതിയത് കിളിർക്കാനായിട്ടും പിന്നെ മുടി കൊഴിച്ചിൽ ഒരു പരിധി
വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും സാധിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഉള്ളിയുടെ നീര് അത് ഡയറക്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. അതായത് ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മുടിയുടെ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് മെഡിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഉള്ളി നീര് വെച്ചിട്ട് തലയോട്ടിയിൽ മസാജ് ചെയ്യുന്നത് നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധിയാണ്. ബ്യൂട്ടി സംബന്ധമായോ ഹെയർ സംബന്ധമായോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയുവാനായിട്ടോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് കിട്ടുന്നതാണ്. താങ്ക്